ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2012 റിലീസ് ചെയ്ത BA പാസ് എന്ന ബോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. മൂവിയുടെ തുടക്കത്തിൽ നായകൻ്റെ അച്ഛനും അമ്മയും മരിച്ച് അതിൻ്റെ ചടങ്ങുകൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ നായകൻ്റെ പേരാണ് മുകേഷ്. നായകന് ഇനി സ്വന്തമായി 2 അനിയത്തിമാർ മാത്രമാണ് ഉള്ളത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നായകൻ്റെ അച്ചാച്ചൻ നായകൻ്റെ മാമനോട് നായകനെ അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും അവൻ്റെ തുടർന്ന് പഠിത്തത്തിനുള്ള ചെലവെല്ലാം നോക്കണമെന്നുമെല്ലാം അച്ചാച്ചൻ മാമനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ മാമൻ്റെ ഭാര്യയും മാമനും കൂടി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അച്ചാച്ചൻ നായകൻ്റെ ചെലവിനുള്ള പൈസ അയാളുടെ പെൻഷനിൽ നിന്നും നൽകാമെന്ന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് അവർ നായകനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ നായകൻ ഗ്രാമത്തിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നായകൻ്റെ മാമനും അവരുടെ വീട്ടുകാർക്കും നായകൻ വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ നായകനെ അവിടുത്തെ ഒരു വേലക്കാരൻ്റെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്ത് കോളേജിലേക്ക് പോകാനൊരുങ്ങുന്ന നായകനെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായകൻ്റെ മാമൻ്റെ ഭാര്യയുടെ പേരാണ് പമ്മി. നായകൻ കോളേജിൽ പോകാൻ നേരം പമ്മി അവന് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ നായകൻ ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ബാഗും എടുത്ത് നേരെ കോളേജിലേക്ക് പോകുന്നു. കോളേജെല്ലാം കഴിഞ്ഞതിന് ശേഷം നായകൻ വീടിനടുത്തുള്ള ഒരു സെമിത്തേരിയിൽ ചെന്നിരുന്ന് ഒരു ബുക്കെല്ലാം നോക്കി ചെസ് എല്ലാം കളിക്കാൻ പഠിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നായകന് ഇത് ഒരു പുതിയ ടൗൺ ആയതുകൊണ്ട് ആ നാട്ടിൽ പ്രത്യേകിച്ച് ആരെയും തന്നെ പരിചയമൊന്നുമില്ല. അതുകൊണ്ടാണ് നായകൻ സ്വന്തമായി ഒരു മുറിയോ റൂമോ പോലും ഇല്ലാഞ്ഞിട്ടും നായകൻ മാമൻ്റെ കൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു വരുന്നത്. എന്നാലും അവർ നായകനെ ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം നല്ലോണം വഴക്ക് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ സെമിത്തേരിയിൽ ഇരുന്ന് ചെസ് കളിക്കുന്ന സമയത്ത് അവിടേക്ക് ജോണി എന്ന വ്യക്തി വരുന്നു. നായകൻ അയാളുമായി അവിടെ വെച്ച് പരിചയപ്പെട്ട് നല്ല കമ്പനിയാവുന്നു. ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുന്ന നായകനെ കണ്ട് ജോണി നായകന് ചെസ് കളിക്കാൻ വേണ്ടി ഒരു കമ്പനിയെല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം പമ്മി നായകനോട് അവരുടെ സുഹൃത്തെല്ലാം വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞ് അവനെ കൊണ്ട് കൂൾ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിപ്പിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നാൽ സാധനങ്ങളെല്ലാം വാങ്ങി വരാൻ നായകൻ ലേറ്റ് ആയെന്നും പറഞ്ഞ് അവർ നായകനെ അതിൻ്റെ പേരിൽ ചീത്തയെല്ലാം പറയുന്നു. ചീത്തയെല്ലാം കേട്ട ശേഷം നായകൻ അഴയിൽ നിന്നും തൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം വയ്ക്കുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പമ്മയുടെ സുഹൃത്ത് ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ട് നായകൻ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ നായകനെ കണ്ട ഉടൻ അവർ ആ സിഗരറ്റെല്ലാം കളഞ്ഞ് അവിടെ നിന്ന് നേരെ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുന്നു. ആ സ്ത്രീയുടെ പേരാണ് സരിക. അവർ ആ നാട്ടിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ പമ്മിക്ക് അവരെ വളരെയധികം കാര്യമാണ്. പമ്മി നായകനോട് അവർക്കെല്ലാം കൂൾ ഡ്രിങ്ക്സും വേണ്ട ചിപ്സും എല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നായകൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് കണ്ട് സരിക അവനെ അവരുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നു. എന്നാൽ നായകൻ വേറെ നിവർത്തിയില്ലാതെ തലകുനിച്ച് നേരെ കിച്ചണിലേക്ക് കയറി പോകുന്നു. അന്ന് വൈകുന്നേരം പമ്മി നായകനോട് സരികയുടെ വീട്ടിൽ നിന്നും കുറച്ച് ആപ്പിൾസ് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നാളെ അവധി ദിവസമായതുകൊണ്ട് നീ രാവിലെ തന്നെ നീ അത് പോയി കളക്ട് ചെയ്യണമെന്നുമെല്ലാം നായകനോട് പറയുന്നു. സരിക തന്നെ കളിയാക്കിയ സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയ നായകൻ ആദ്യം ഇതിന് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പമ്മിയുടെ നിർബന്ധം കാരണം അവൻ അതിന് പോകാൻ വേണ്ടി സമ്മതിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആപ്പിൾ വാങ്ങാൻ വേണ്ടി സരികയുടെ വീട്ടിൽ വരുന്ന നായകനെയാണ് കാണിക്കുന്നത്. വീട്ടിലെത്തിയ നായകനെ സരിക ഗസ്റ്റ് റൂമിലേക്ക് ക്ഷണിക്കുന്നു. അവിടുത്തെ ഗസ്റ്റ് റൂമിലെ ഷെൽഫിലിരിക്കുന്ന പാവകളെല്ലാം കണ്ട് നായകൻ അന്തം വിട്ട് നിൽക്കുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ സരിക കടന്നു വരുന്നു. സരിക നായകനിൽ നിന്നും അവൻ എങ്ങനെയാണ് പമ്മയുടെ അടുത്ത് എത്തിയതെന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. അവന് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ആരെയും പരിചയമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ സരിക അവനെ നിർബന്ധിച്ച് അവനോട് മോശമായെല്ലാം പെരുമാറി അവനോടൊപ്പം അവസാനം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നു. അതിനുശേഷം സരിക നായകന് പമ്മി നായകനെ പറ്റി പറഞ്ഞ കുറ്റങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട നായകന് വളരെയധികം വിഷമമാകുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് നായകൻ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ചെസ് കളിയും ബാക്കി സമയമെല്ലാം സരികയുടെ അടുത്ത് വന്നുമെല്ലാം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതിനിടയിൽ നായകൻ സ്വന്തമായി ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി അതിലൂടെ കുറച്ച് വരുമാനം നേടാൻ വേണ്ടിയിട്ട് അതിനുള്ള പോസ്റ്റേഴ്സ് എല്ലാം ഒട്ടിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു. അങ്ങനെ നായകൻ കുറേ നാളുകൾക്ക് ശേഷം മാമൻ്റെ കൂടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം കുടുംബക്കാരെല്ലാവരും കൂടി നായകൻ്റെയും പെങ്ങന്മാരുടെയും കാര്യത്തിൽ പുതിയൊരു തീരുമാനം വേണമെന്ന കാര്യം ചർച്ച ചെയ്യുന്നു. അവർ നായകനോട് എത്രയും പെട്ടെന്ന് അവൻ്റെ BA എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നായകൻ BA പാസ്സാവുന്നതുവരെ അനിയത്തിമാരെ 2 പേരെയും ഒരു ഹോസ്റ്റലിലാക്കാൻ വേണ്ടി മാമൻ തീരുമാനിക്കുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളെ ഹോസ്റ്റലിൽ വിടുന്നത് നായകന് വിഷമമുണ്ടെങ്കിലും വേറെ നിവർത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് നായകൻ അതിന് സമ്മതിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തൻ്റെ വിഷമങ്ങളെല്ലാം സരികയോട് പറയുന്ന നായകനെയാണ് കാണിക്കുന്നത്. സരിക നായകൻ്റെ തൽക്കാലത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിയെല്ലാം ശരിയാക്കി കൊടുക്കുന്നു. സരിക നായകന് കൊടുത്ത ജോലി എന്തെന്ന് നോക്കിയാൽ സരിക കൊടുക്കുന്ന അഡ്രസ്സുകളിലെല്ലാം ചെന്ന് ആ വീട്ടിലെ സ്ത്രീകളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതാണ് നായകൻ്റെ ജോലി. നായകൻ ആദ്യം ഈ ജോലിക്ക് പറ്റില്ല എന്നെല്ലാം സരികയോട് പറയുന്നുണ്ടെങ്കിലും
അവന് കിട്ടുന്ന പൈസ കണ്ട് അവൻ അവസാനം ഈ ജോലിക്ക് വേണ്ടി സമ്മതിക്കുന്നു. അങ്ങനെ നായകൻ ഇതിലൂടെ ഒരുപാട് പൈസയെല്ലാം സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതിനിടയിൽ സരിക അവൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നായകനെ വിളിച്ച് അവനോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. നായകൻ ഇതിലൂടെ ഉണ്ടാകുന്ന പൈസയുടെ ഒരു പോർഷൻ ഒരു കമ്മീഷൻ എന്ന രീതിയിൽ സരികയെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ്റെ അനിയത്തി നായകനെ കോൾ ചെയ്യുന്നു. അവൾ നായകനോട് ഹോസ്റ്റലിലെ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം നായകനോട് പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേ ദിവസം തന്നെ നായകൻ ഹോസ്റ്റൽ വാർഡനെ കണ്ട് അവർക്ക് കുറച്ച് പൈസയെല്ലാം കൊടുത്ത് തൻ്റെ അനിയത്തിമാരെ ഇനി ശല്യം ചെയ്യരുത് എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനിയത്തിമാരോട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്ത് നായകൻ അവിടെ നിന്ന് പോരുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ജോണിയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. തനിക്ക് ഇപ്പോൾ വരുമാനമൊക്കെ ആയതുകൊണ്ട് നായകൻ ജോണിക്ക് ഒരു ചെസ് ബോർഡ് സമ്മാനമായി വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. സാധാ ക്ലയൻറ്റിനെ പോലെ അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതിന് പകരം നായകനോട് അവരുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ചെയ്തത്. ഇത് കേട്ട് നായകൻ ഇമോഷണലി അവരുമായി ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നു. അവരുടെ വിഷമങ്ങളെല്ലാം പറയുന്നത് കേട്ടിരുന്ന സമയത്ത് സരിക വിളിച്ച കോളൊന്നും നായകൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നായകൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടി സരികയുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുന്നു. സരിക നായകനെ അവരുടെ കാറിൽ കയറ്റി വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. എന്നാൽ ആ സമയത്ത് വഴിയിൽ വെച്ച് ജോണിയെ കണ്ട നായകൻ സരികയോട് പറഞ്ഞ് അവിടെ ഇറങ്ങി ജോണിയോടൊപ്പം ഒരു ചായക്കടയിലേക്ക് പോകുന്നു. നായകൻ ജോണിയോട് തനിക്ക് അനിയത്തിമാരെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതിനാൽ അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്നും ജോണിയോട് പറയുന്നു. ഇത് കേട്ട ജോണി നായകനെയും കൂട്ടി ഒരു ദീദിയുടെ അടുത്ത് ചെന്ന് ഒരു വീടിനുള്ള അഡ്വാൻസ് എല്ലാം കൊടുക്കുന്നു. താൻ ഒരാഗ്രഹം പറഞ്ഞപ്പോഴേക്കും അത് സാധിച്ചു തന്ന ജോണിയോട് നായകൻ നന്ദിയെല്ലാം പറയുന്നു. എന്നാൽ ജോണി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് വീട്ടിലെത്തിയ നായകനെയാണ് കാണിക്കുന്നത്. നായകൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മാമൻ്റെ മകൻ തൻ്റെ അലമാര തുറക്കാൻ നോക്കുന്നത് കണ്ട് നായകൻ അവനെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. താൻ സമ്പാദിച്ച പൈസ ഇനി അലമാരയിൽ വെക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ നായകൻ ആ പൈസയുമായി നേരെ സരികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ സരികയോട് തനിക്ക് വേണ്ടി ആ പൈസ അവരുടെ അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പൈസ എല്ലാം എടുത്തു വച്ചതിനു ശേഷം നായകനും സരികയും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് റൂമിൻ്റെ ഡോർ തകർത്തുകൊണ്ട് സരികയുടെ ഭർത്താവ് അകത്തേക്ക് കടന്നു വരുന്നു. അയാൾ നായകനെ എടുത്തിട്ട് തല്ലുന്നു. അതിനുശേഷം അയാൾ നായകൻ നോക്കി നിൽക്കെ സരികയോടൊപ്പം അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പമ്മിയെ കാണാൻ വരുന്ന സരികയുടെ ഭർത്താവിനെയാണ് കാണിക്കുന്നത്. അയാൾ വീട്ടിൽ വന്ന് പമ്മിയോട് നായകൻ സരികയോട് മോശമായി പെരുമാറി എന്ന രീതിയിലെല്ലാം പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം കേട്ട അവർ അന്ന് രാത്രി നായകൻ വീട്ടിൽ വന്നപ്പോൾ അവനോട് അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി പോകാൻ വേണ്ടി പമ്മി ആവശ്യപ്പെടുന്നു. വേറെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ നായകൻ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. നായകന് പോകാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നായകൻ അവിടുത്തെ ഒരു പബ്ലിക് പാർക്കിൽ ചെന്ന് കിടന്നുറങ്ങുന്നു. എന്നാൽ അവിടെ വെച്ച് ജോണി അവനെ കണ്ട് നേരെ ജോണിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നായകൻ പണ്ട് സരിക കൊടുത്ത അഡ്രസ് ബുക്കിലെ അഡ്രസ്സിലെല്ലാം വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവരാരും നായകൻ്റെ ഫോൺ അറ്റൻഡ് പോലും ചെയ്യുന്നില്ല. തൻ്റെ വരുമാനമെല്ലാം നിന്നതുകൊണ്ട് നായകൻ ജോണിയോട് സരികയുടെ വീട്ടിൽ പോയി നായകൻ ഏൽപ്പിച്ച പൈസ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രിയാണ് കാണിക്കുന്നത്. ജോണി നായകനോട് സരിക പൈസയെല്ലാം സെറ്റിൽ ചെയ്തെന്നും ഇനി അവന് പൈസയൊന്നും കൊടുക്കാൻ ബാലൻസ് ഇല്ല എന്നുമെല്ലാം പറഞ്ഞെന്ന് ജോണി നായകനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നായകൻ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു. എന്നാൽ ജോണി പോട്ടെ സാരമില്ല എന്നെല്ലാം പറഞ്ഞ് നായകനെ ആശ്വസിപ്പിക്കുന്നു. കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് നായകൻ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് രാത്രി ക്ലയൻസിനെ വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി റോട്ടിലൂടെ നടക്കുന്നു. നായകൻ റോട്ടിലൂടെ പോയ ഒരു വണ്ടിയിലെ ആൾക്കാരുമായി തർക്കിച്ച് അവർ നായകനെ മർദ്ദിച്ച് അവശനാക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സരികയുടെ വീട്ടിൽ കയറുന്ന നായകനെയാണ് കാണിക്കുന്നത്. നായകൻ ആ വീട്ടിൽ ആരുമില്ലാത്ത സമയമായതുകൊണ്ട് അവിടുത്തെ അലമാരയും ഷെൽഫും എല്ലാം തുറന്നു നോക്കി തൻ്റെ പൈസ എവിടെ പോയെന്നെല്ലാം അന്വേഷിക്കുന്നു. നായകൻ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നായകന് പൈസയൊന്നും ആ റൂമിൽ നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് സരിക ആ മുറിയിലേക്ക് കടന്നു വരുന്നു. നായകൻ അവരുടെ അടുത്ത് കത്തി ചൂണ്ടി തൻ്റെ പൈസ എവിടെ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. അപ്പോൾ സരിക നിനക്ക് തരാനുള്ള പൈസയെല്ലാം ജോണിയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായകൻ ഇത് ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. അവൻ സരിക കള്ളം പറയുന്നതാണെന്നും പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ആ സമയത്ത് സരികയുടെ ഭർത്താവ് അവിടേക്ക് കടന്നു വരുന്നു. അയാളെ കണ്ട് പേടിച്ച് തിരക്ക് പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ നായകൻ്റെ കത്തി സരികയുടെ മേത്ത് കുത്തുന്നു. അവിടെ വെച്ച് തന്നെ സരിക കൊല്ലപ്പെടുന്നു.
താൻ കാരണം ഒരു മരണം സംഭവിച്ചതിൻ്റെ പേടിയിൽ നായകൻ അവിടെ നിന്നും ഇറങ്ങിയോടുന്നു. ഓടി മുറിയിലെത്തിയ നായകൻ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അയാൾ അപ്പോൾ തന്നെ ജോണി വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ജോണിക്ക് എവിടെ നിന്നോ കുറച്ച് പൈസ കിട്ടിയെന്നും അതുകൊണ്ട് അവൻ ആ പൈസയും എടുത്ത് അവൻ്റെ നാട്ടിലേക്ക് പോയെന്ന കാര്യമെല്ലാം ആ വ്യക്തി നായകനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് മനസ്സ് തകർന്ന നായകൻ രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ നായകൻ ഒരു കൊലപാതകം ചെയ്തതുകൊണ്ട് നായകനെ ആ നാട്ടിലെ പോലീസുകാർ മൊത്തം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ നായകനെ കണ്ടതും നായകൻ ഓടി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നു. താൻ എന്തായാലും പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ നായകൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.